ഗൈസ് ഫൈനലി കാന്താര എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 സത്യം പറഞ്ഞാൽ മുമ്പ് ഇറങ്ങിയ സിനിമേന്റെ ഒരു പ്രീക്വലാണ്. അതായത് മുമ്പ് നടന്ന കഥയാണ് ഈ സിനിമയിൽ അവര് കാഴ്ചവെക്കുന്നത്. ആൻഡ് ദ മാൻ ഋഷഭ് ഷെട്ടി, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അടുത്ത ബോംബ് വന്നു, ശരി എന്തായാലും പോയി കാണാം, ഉറക്കമല്ലേ ഉറക്കാം, പിന്നെ ഇങ്ങോട്ട് തുടങ്ങാലോ എന്ന് വിചാരിച്ച് പോയി കണ്ടതാടേ. കിക്കിടില്ല. ഇത് ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് നിങ്ങളേതായ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുക. അത് പലർക്കും പല രീതിയിൽ തോന്നാമായിരിക്കാം, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ് എല്ലാം കൊണ്ടും. VFX പരമായിട്ടാണ് എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറയാം. VFX ആയാലും, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും, സിനിമാറ്റോഗ്രാഫി ആയാലും, മ്യൂസിക് ആയാലും, മറ്റേ കോസ്റ്റ്യൂം ഡിസൈനിങ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ രീതിയിലും ആക്ടേഴ്സ് എന്തൊക്കെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ മനുഷ്യന്റെയും പുള്ളീന്റെ ഡയറക്ഷന്റെയും അടിയിലേ നിൽക്കുള്ളൂ. പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ജയറാമേട്ടൻ, രുക്മിണി വസന്ത്, ഋഷഭ് ഷെട്ടി. അതിൽ ജയറാമേട്ടൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പല സിനിമയിലും പുള്ളീനെ ഇങ്ങനെ ഊക്കപ്പെടുത്തി വിടുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പുള്ളി മലയാളിയാണ്, അതിൻ്റെതായ ചില ഒരു പുള്ളിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലടേ, പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാം, പക്ഷെ ആ കൊടുക്കുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ കണ്ടു തുടങ്ങിയാൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇനി തൊലിക്കോ, അങ്ങനെ സത്യസന്ധമായിട്ട് പറയാമല്ലോ, അങ്ങനത്തെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. രുക്മിണി വസന്തൻ, ജയറാമേട്ടൻ രണ്ടുപേർക്കും ഈക്വലി ഒരു ക്യാരക്ടർ ഗ്രാഫ് കൊടുത്ത് അതൊരു സംഭവം ഉണ്ടോ. സെക്കൻഡ് ഹാഫിൽ ഒരു സംഭവം വരും, അത് നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കിടിലനായിട്ടുണ്ടായിരുന്നു. ഋഷഭ് ഷെട്ടിയുടെ കേസ് ഞാൻ പിന്നെ പറയുന്നില്ല. പിന്നെ നമ്മുടെ ഹരിപ്രശാന്ത് വർമ്മ, നമ്മുടെ ആടിറ്റൂവിലെ ചെകുത്താൻ ലാസർ, പുള്ളിക്കാരൻ കുറച്ച് നേരം സിനിമയിൽ ഉണ്ട്. വാലുവല്ലൊക്കെ ഉള്ള പുള്ളി സിനിമയിലുണ്ട്, പൊളിച്ചു. അത് കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ജയന്റ് ലുക്ക് എപ്പോഴും പുള്ളിക്ക് ഉള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റിട്ടൺ ബൈ ഋഷഭ് ഷെട്ടി, അനിരുദ്ധ് മഹേഷ്, ഷാനിൽ ഗുരു. ഇതില് ബാക്കി രണ്ടുപേര് കോ റൈറ്റേഴ്സ് ആണ്. മെയിൻ കഥ എനിക്ക് തോന്നുന്നു ഋഷഭ് ഷെട്ടിക്ക് എനിക്ക് തോന്നുന്നു പഴയ ഈ മുത്തശ്ശി കഥയൊക്കെ കേട്ട് ഇൻസ്പയർഡ് ആയി, അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ഫോക്ലോർ സംഭവങ്ങളൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയി, ഇങ്ങനത്തെ മിത്തിനോടൊരു താല്പര്യമൊക്കെ തോന്നി. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഡെഡിക്കേഷൻ തോന്നി. അതിലേക്ക് ഒന്ന് ആ ഒരു എന്താ പറയാ, ഒരു താഴ്വരയിലേക്ക് ഇറങ്ങി ചിന്തിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പുള്ളിക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല. അത് പുള്ളിക്ക് തന്നെ അറിയാം. ഇതിപ്പോ ബാക്കി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണേ നല്ലത് ഞാൻ തന്നെ ചെയ്യണമായിരിക്കും എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ടായിരിക്കും ആദ്യത്തെ പടത്തിലും ഈ പടത്തിലും പുള്ളിയിലെ ഒരു പെർഫോമൻസ്. കാരണം ആദ്യത്തെ പടത്തിൽ ആ ഒരു പെർഫോമൻസ് ഇല്ലെങ്കിൽ ആ പടമില്ല. ആ പടത്തിൽ ബാക്കി ഫുള്ള് ഒരു കഥയുണ്ട്, ശരിയാണ്, അങ്ങനെ ഉണ്ട്. അവസാനം എന്താക്കോട്ടെ എന്നുള്ള ഒരു മൈൻഡ് മാത്രമേ, ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അവസാനം കൊണ്ടുവന്നാണ് ആ പടം പൊരിച്ചത്. അതുപോലെ തന്നെ അതിന്റെ ഒരു 3 മടങ്ങ് ഇരട്ടിക്ക് ഈ സിനിമയിൽ അവർ കൊണ്ട് അടിച്ചു പൊളിച്ചു വെച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ നമ്മുടെ ഹോംബാലയാണ്, അതിൻ്റെതായ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മ്യൂസിക് ബൈ അജനീഷ് ലോക്നാഥ്, സിനിമാറ്റോഗ്രാഫി ബൈ അരവിന്ദ് കാശ്യപ്, എഡിറ്റഡ് ബൈ സുരേഷ് സങ്കലാൻ, ആർട്ട് ഡയറക്ടർ ധരണി ഗംഗപുത്ര, കോസ്റ്റ്യൂം ഡിസൈനർ പ്രഗതി ഋഷഭ് ഷെട്ടി. പിന്നെ എന്താണ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വിഷ്ണു വി നായർ. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലും VFXലെ ആൾക്കാരുടെ എണ്ണം എടുത്തു തുടങ്ങിയാൽ ഞാൻ പറഞ്ഞു തീരൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതില്. കണ്ട, ഇത് VFXന്റെ ആൾക്കാരാണ് ഇത് മൊത്തം. പിന്നെ ഇത് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, അത് ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ തീരൂല. അവരെല്ലാവരും കീട്ടിലനായിട്ട് പണി ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും നല്ല രീതിക്ക് അവരാ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ആ ഒരു കൊട്ടാരമായാലും അവരുടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റ് ആയാലും അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാട്ടിൻ്റെ ഇടയിലുള്ള സീക്വൻസ് ആയാലും എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ അവർ എഫേർട്ട് ഇട്ട് പണിയെടുത്തിട്ടുണ്ടോ. നമുക്ക് കാണാൻ പറയാം, പൈസ മുടക്കിയിട്ടുള്ളത് നല്ല പണിയെടുക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും പിന്നെ സിനിമാറ്റോഗ്രാഫിയും പറയണ്ട, അതാണ് ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ ഒരാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമേന്റെ മെയിൻ കോർ അതാണ്. പിന്നെ എന്നെ ഞെട്ടിച്ച ഒരു സാധനം VFX ആണ്. ഒരു പുലീന്റെ ഒക്കെ ഒരു സാധനമുണ്ട്, പുലീന്റെ കണ്ണി പറഞ്ഞ ഒരു എന്തെന്ന് ഞാനത് മൊത്തത്തിൽ പറയാനുള്ളത്. അത്ര കിടിലനായിട്ട് ഒരു രീതിയിലും എനിക്ക് പേഴ്സണലി ഒരു കല്ലുകടി തോന്നിയില്ല ഈ ഒരു സിനിമയിൽ. VFX
അവർ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ടാണ് കഥ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ ചെറിയ ആ ഒരു സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ കുറച്ച് പതുക്കെയാണ് കഥയിലോട്ട് ഇറങ്ങി വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു രീതിയിലും ബോറടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി ബോറടിച്ചില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ആണെങ്കിൽ നല്ല കുറെ ഹൈ എലിവേറ്ററി മൊമെന്റ്സ് ഉണ്ട്, നല്ല കുറെ സീൻസ് ഉണ്ട്, കുറെ കിട്ടിയ എലമെന്റ്സ് ഉണ്ട് നമുക്ക് കൈയടിക്കാനും വിസിലടിക്കാനൊക്കെ ഉള്ള. അതാണ് ആ പുള്ളീന്റെ ഒരു ഗ്രേസ് ഉണ്ട്, പുള്ളിക്ക് ഒരു ഓറയുണ്ട്. പുള്ളി ചെയ്യുമ്പോൾ നമുക്കത് കൺവിൻസ് ആവുന്ന ഒരു ശൈലിയുണ്ട്. അതിലാണ് ഈ സിനിമ നിൽക്കുന്നത്. പുള്ളി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനല്ല, വേറെ ആര് ചെയ്താലും എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ പുള്ളി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ആരെയും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാൻ പറ്റൂല. പുള്ളി ഇല്ലെങ്കിൽ ഇനി ആര് ചെയ്യുന്നുള്ള ഇതൊന്നും വെക്കാൻ പറ്റില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഇനി അടുത്തൊരു പാർട്ടുണ്ട്, കാന്താര ചാപ്റ്റർ 2. ഈ ഒരു സിനിമ എടുത്തപ്പോൾ പോലും അവര് കുറെ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി. കുറെ അസോസിയേറ്റ്സ് ആയ ക്രൂ മെമ്പേഴ്സിൽ തന്നെ, ക്രൂവിലും കാസ്റ്റിലൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു, കുറെ പേര് മരിക്കുകയൊക്കെ ഉണ്ടായെന്ന് ഞാൻ കേട്ടു. പുള്ളി തന്നെ ഒരു 3-4 വട്ടം മരണത്തിന് മുന്നിൽ കണ്ടിട്ട് വന്നു എന്നൊക്കെ കേട്ടു. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അവര് ശരിക്കും പണിയെടുത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ പുറംപൂശല് മാത്രമല്ല സംഭവം. അവര് പെർഫെക്റ്റ് പണ്ണലാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പക്കയായിട്ട് പണിയിട്ടുണ്ട്. ഈ ഒരു വർഷം കണ്ടതിൽ വെച്ച് ബാക്കി ഏതൊരു ഡയറക്ടേഴ്സും രാവിലെ 6 മണിക്ക് 7 മണിക്കൊക്കെ ഷോ ഇട്ട് പോയിരുന്ന് 3G ആയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ എക്സ്പെക്ടേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. കാന്താര എന്ന് പറഞ്ഞ സിനിമ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് അന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് കാണണമെന്നുള്ള ഒരു, സെക്കൻഡ് പാർട്ടല്ല ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ ഒരു ഫ്രാഞ്ചൈസി വരുന്ന സിനിമ കാണണമെന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും എൻ്റെ എല്ലാം പോയി. ട്രെയിലറിൽ ഇത് കൊമേഴ്ഷ്യൽ പടം, സ്ഥിരം കലാപരിപാടി തന്നെ, എന്തെങ്കിലും ആവട്ടെ കണ്ടുപോകാന്നുള്ള ഒറ്റ മൈൻഡിലാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. പക്ഷെ ഒരു കഞ്ഞി പ്രതീക്ഷിച്ച് പോയടുത്ത് എനിക്കൊരു ബിരിയാണി കിട്ടി. എനിക്ക് ബിരിയാണി കിട്ടി എന്ന് ഞാൻ എടുത്ത് പറയാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസ് ആയിട്ട് പുള്ളിക്ക് ഇനിയും സേഫ് ആയിട്ട് മുന്നോട്ട് പോവാം, പുള്ളിക്ക് തന്നെ ചെയ്യാം. അതിപ്പോ എത്ര തവണ ചെയ്താലും നമ്മൾ ബോറടിക്കാതെ മറ്റേ കണ്ണ് വെട്ടാതെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ടു. ഞാൻ നോക്കിയാണ്ട് സത്യസന്ധമായിട്ട് പറയണം, എൻ്റെ ഇപ്പുറത്തെ ഒരു ചെറിയൊരു കൊച്ചു ചെറുക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അച്ഛൻ്റെ ആരുടെ മടി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കൊച്ചു ചെറുക്കൻ വരെ സ്ക്രീനിലോട്ട് കണ്ണ് വെട്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കണമെങ്കിൽ ഒന്നാമത് തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ഒരു ഇതൊക്കെ തന്നെയാണ്. ചെറുപ്പത്തിൽ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമയോട് നമുക്കൊരു കമ്പം, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, സിനിമ കമ്പം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കില്ല. എനിക്ക് ചെറുപ്പത്തിൽ പോലും സിനിമയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഹ്ലാദമായിരുന്നു. ഞാൻ കരയോ നിലവിളിക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല. വീട്ടിൽ നിന്ന് എങ്ങനെങ്കിലും വീട്ടുകാരെ കൊണ്ടൊരു സിനിമയ്ക്ക് പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ പയ്യനിൽ കണ്ട്. രാവിലത്തെ 6:30 ഷോയ്ക്ക് വീട്ടുകാർ ആ പയ്യനെ കൊണ്ട് വന്നിരിക്കുകയാണ്, ആ ചെറിയൊരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ആ ചെറുക്കൻ ഇങ്ങനെ ഇരുന്ന് കാണാൻ തോന്നി. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ വർഷം കണ്ട ഇപ്പൊ കൂലി ആയിക്കോട്ടെ, റെട്രോ ആയിക്കോട്ടെ, പിന്നെ ഏതായി വേറെ തഗ് ലൈഫ്, അങ്ങനത്തെ കുറെ കൊരഞ്ഞ കുത്തിയ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഗംഭീര ട്രീറ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും രോമാഞ്ചം അടിച്ച ഒരു നല്ലൊരു ലെവലിൽ ഇരിക്കുകയാണ്, നല്ലൊരു ഊർജ്ജം കിട്ടിയിരിക്കുകയാണ്. ബൾട്ടിയൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ആകെ മൊത്തം ഉള്ള ഒരു ഇതങ്ങ് പോയി. അടുത്ത നല്ല പടമെല്ലാം കാണുമെന്ന് വിചാരിച്ച് ഇന്നലെ ഇഡ്ലി കണ്ടപ്പോഴാണെങ്കിൽ പോലും ചുമ്മാ ഒരു സിനിമ കണ്ടു എന്നല്ലാതെ നമുക്കൊരു എന്താ പറയാ നല്ലൊരു ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും കിടിലോസ്കി ആയിട്ട് തന്നെ അവര് പണി വെച്ചിട്ടുണ്ട്. അത്ര ഉള്ളേ. നിങ്ങളെന്തായാലും സിനിമ കണ്ടു നോക്കുക. ഋഷഭ് ഷെട്ടി പൊളിച്ച്.